അസ്സലാമലൈക്കും. എന്താ വിശേഷം? എല്ലാവരും ഒക്കെ കണ്ടിട്ട് കുറേ നാളായി. പിന്നെ നമ്മള് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ നാളായി അല്ലേ? എന്താ വിശേഷം? നമ്മളിന്ന് എറണാകുളം പോവാട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ പോണതാണ്. അപ്പോൾ ജസ്റ്റ് കാറിലിരുന്നപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിരിക്കണേ. അപ്പം ഇനി നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. എന്താ വിശേഷമൊക്കെ എല്ലാവരും? നേരമൊക്കെ ഇനി എന്നെ കാണുന്നില്ല. ഡ്രൈവർ ജാസിം എവിടെ പിന്നെന്താ അതെന്താ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായല്ലോ. അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കുമ്പോ ഒന്നും പറയാനൊന്നും കിട്ടൂല. നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിലാണ് നമുക്ക് വീഡിയോയിൽ പറയാൻ കിട്ടുള്ളൂ. അതങ്ങനെയാണ്. പിന്നെന്താണ് വിശേഷം? വിശേഷം ഞങ്ങളിപ്പോ ആയിട്ടോ ഒരു ഹോസ്പിറ്റലിലേക്ക് പോണതാണ്. പിന്നെ എന്താണ് നിസാക്ക് എന്തൊന്നും പറയാനില്ല. എല്ലാവരും ഇവിടെ സംസാരം ശ്രദ്ധിച്ചിട്ടാ. വാർത്താ ന്യൂസ് ചാനലിൽ ഇങ്ങനെ ന്യൂസ് ചാനലും എല്ലാവരും ഞങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ വീഡിയോ ഒന്നും കിട്ടാത്തത്? അത് ഞങ്ങൾ കുറെ ദിവസമായി ലൈവ് ഇടണം എന്തായാലും ചെല്ലുമ്പോ ലൈവ് ഇടണം. ചിലപ്പോ ലൈവ് കണ്ടതിന് ശേഷം ആയിരിക്കും അപ്പൊ നമ്മള് ഒരു ഫോൺ വന്നിട്ടോ പോയത്. എവിടെയാ പറഞ്ഞു നിർത്തി? ഒരു ലൈവ് ഇടണം. ലൈവ് രണ്ടൊന്നും ഇട്ട് ശരിയാക്കിട്ട് വേണം ഇനി വീഡിയോസ് ഒക്കെ ഇടാൻ. തിരിച്ചെടുക്കാൻ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഷോർട്സ് ഒക്കെ കയറിപ്പുണ്ട്. ലോങ് വീഡിയോ ഒക്കെ ഇച്ചിരി ഇതുള്ളൂ. അത് കാരണം ഷോർട്സ് ഇടണേ. ഷോർട്സ് ഇടുമ്പോൾ പെട്ടെന്ന് റീച്ച് ആവും, പൈസയും കേൾക്കും, എല്ലാം കേൾക്കും. അതുകൊണ്ട് പിന്നെന്താ നീലൊക്കെ പറഞ്ഞു നീ അല്ലേ ഞാൻ വെളുത്ത് എന്ന് പറയാ. അല്ലാണ്ട് ഇപ്പൊ നിങ്ങളൊക്കെ കറുത്തെന്ന് പറയുന്നത്. ഞാനും കറുത്തു. പിന്നെന്താ വെയിലടിക്കുമ്പോ ഒന്ന് വെളുത്തിരിക്കും. പക്ഷെ വെയിലടിക്കുമ്പോ ടാൻ അടിക്കും. ഞാൻ ഈ ടാൻ നോക്കാറില്ല, ഒന്നും നോക്കാറില്ല. കാണാം. അപ്പൊ അവരാണത്. പിന്നെന്താ ഞാൻ വണ്ടി ഓടിക്കും. ഇവിടെ ബ്ലോക്ക് ശരിയാ. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. അപ്പൊ അപ്പുറത്തെ ബ്ലോക്ക് തിരിക്കൂടെ. പിന്നെന്താ എല്ലാവരും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങള് വീഡിയോ ഒക്കെ വരാണ്. എന്ത് മടിയോ സത്യത്തില്. എനിക്ക് വീഡിയോ എടുക്കാൻ ഇപ്പൊ മടിയായി പോയി. കണ്ണടി പോയെന്നാ തോന്നുന്നു. മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടി. അതെ ഈ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിയും. നല്ല പാടുണ്ട്. ഇത് ചെയ്ത് അതൊക്കെ ക്ലീനാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി. പിന്നെ സമയമില്ല. ഇപ്പൊ സമയം കുറവാണ്. കുക്കിംഗ് ഒക്കെ എനിക്കിപ്പോ സ്പീഡ് ചെയ്യണം. എനിക്ക് ഇങ്ങനെ വീഡിയോ ഓണാക്കി അതിട്ട് പിന്നെ വീഡിയോ ഓഫ് ചെയ്ത് അതിട്ട് ഇങ്ങനെ അങ്ങനെയല്ലേ. ഇപ്പൊ ക്ഷമയില്ല. പെട്ടെന്ന് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് വേണ്ടി. ശേഷം
ഇടണ്ടേ? ഇടണം. ലൈവ് ഇടണം. ലൈവ് ചിലപ്പോൾ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഞാൻ വീഡിയോ ഒന്നും ഇടും, ലൈവ് എപ്പോൾ അവനൊന്നും പറയാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. വണ്ടി ഇങ്ങോട്ട് കീറാനുണ്ടോ അല്ലേ? താറ് ഓടിക്കണം. എന്തായിരുന്നു കടയുടെ ഹോസ്പിറ്റലിന്റെ പേര്? ഹൈ ഫൗണ്ടേഷൻ. ഹൈ ഫൗണ്ടേഷൻ ചങ്ങമ്പുഴ പാർക്ക്. ചങ്ങമ്പുഴ. അപ്പൊ എന്തായാലും ഒന്ന് പുറത്തിറങ്ങിയതല്ലേ, അപ്പൊ ഒന്ന് കറങ്ങിയിട്ട് പോവാം. കുറേ ദിവസമായി നമ്മള് വീട്ടിൽ തന്നെ ഇരുന്നിരുന്നിരുന്ന് ബോറടിച്ചിരിക്കുക. ഈ നീയാണ്ടല്ലോ എല്ലാ ദിവസവും ഞാൻ മൈലാച്ചിട്ടത് കാണുന്നേ, നീയാണ്ടല്ലോ എല്ലാ ദിവസവും പുറത്തു പോകും. ഞാൻ എല്ലാ ദിവസവും ഒന്നും പോണില്ല. സൺഡേ. ശനിയാഴ്ച രാത്രി സമയം പോകും, അല്ലെങ്കിൽ ഞായറാഴ്ച രാത്രി. ഞാൻ മിക്ക ദിവസവും പുറത്ത് പോകും. ഞങ്ങള് പുറത്ത് പോകും. അല്ലല്ല കറങ്ങാൻ കറങ്ങാനൊന്നും പോകും, ഞാൻ പോറില്ല എല്ലാ ദിവസവും. പിന്നെ മിക്കപ്പോഴും പോകും. ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്തായാലും പോകും. ജിമ്മിൽ പോണതാണ് രാത്രി. അല്ല അത് കഴിഞ്ഞ് വന്ന് പിന്നെ മുമ്പിൽ പോയപ്പോന്ന് എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും പോകാറുണ്ട്. എല്ലാ ദിവസം വെച്ചാൽ എല്ലാ ആഴ്ചയിലും ലുലുല പോണേ. ഇവൻ ഫുള്ളുണ്ടാവും ലുലുല്. രാത്രി പാതിരാക്ക് ലുലുവില് നേരെ കേറും, മേളിൽ പോയി ബൗളിങ് കളിക്കും, തിരിച്ച് ഇറങ്ങും, ഫുഡ് കഴിക്കും, വീട്ടിൽ പോയി. ഇത് എല്ലാ ദിവസവും അല്ല, ഞായറാഴ്ച ദിവസം മാത്രം. ഞായറാഴ്ച ദിവസമാണ് പോണത്. എല്ലാ ദിവസവും മിക്ക ദിവസം പോകണല്ലോ അത് വീട്ടിൽ. ബാക്കിയുള്ള ദിവസങ്ങൾ പടപടാന്ന് പോണെന്ന് ഉമ്മ അറിയല്ല. എല്ലാ വീട്ടിന്ന് പുറത്തിറങ്ങണമെന്ന് വിചാരിച്ചൊന്നും കറങ്ങാൻ പോണേട്ടാ. ഞാൻ പുറത്ത് ഒന്നിലും ക്ലബില്, അല്ലെങ്കിൽ ഓഫീസില്, അല്ലെങ്കിൽ സിനിമയുടെ വീട്ടില്, അങ്ങനെ ആയിട്ടുള്ളവരിലൊക്കെ ഉണ്ടാവും. പിന്നെ എവിടെയും വേറെ എവിടെയും പോകുന്നു. പിന്നെ അങ്ങനെ അത് കാരണം ഇപ്പൊ ഇവൻ ലുലു പോണേരം ഞങ്ങള് ലുലു പോക്കില്ല. അത് ഞാൻ ഫോൺ അനങ്ങണ. നീ എന്തെടുക്കാ? ഞാൻ പറ്റും കട്ടറാണ്. ഇവര് ഞാൻ ഇത് കളിക്കാൻ പോണതാ. അവിടെ പോയിരുന്നിട്ട് നമുക്ക് എന്താ എന്നിട്ടാ അതിന്റെ പേര് ബൗളി. റംസാനൊക്കെ എപ്പോഴും വെക്കണതാ. നമ്മുടെ ഇവൻ എപ്പോഴും ഉണ്ടാവും. ഉബൈദ് ചലഞ്ച് ഉബൈദിനെ അറിയും. ഉബൈദ് അങ്ങനെയാണ് ഞാൻ പെട്രോൾ പമ്പിൽ വന്നിട്ട് 30 സെക്കൻഡ് കൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി, അതിന് മുമ്പത്തെ പ്രാവശ്യം ഉണ്ടായി. അത് വന്ന് ഫുള്ള് അതും കൊറേ നേരം കളിക്കും. മാച്ചിനെ കിട്ടിയില്ല. ഒരാള് കഴിഞ്ഞിട്ട് ഐ ഫൗണ്ടേഷൻ ഇതാണോ? ഫൗണ്ടേഷൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിട്ടോ. ഉമ്മക്ക് കണ്ണിന് വയ്യ. അപ്പൊ അത് കാരണം ഇപ്പൊ ഹോസ്പിറ്റലില് ന്യൂട്ടൻ എടുത്തു തന്നോ നമ്മൾ അറിഞ്ഞില്ല. അറിയില്ല. ചെറിയൊരു വീഡിയോ എടുത്തരം കേട്ടോ. വീഡിയോ വേണ്ടൊന്നുമില്ല. ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് എടുക്കും. ഞങ്ങളിപ്പോ ഇറങ്ങില്ല. ഞങ്ങളുടെ ആവശ്യമാവും, ഇനി പേടിക്കാനില്ല. കാരണം അപ്പൊ നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോയി വന്നു കേട്ടോ. ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ പോവാം. എന്ത് ഫുഡാണ് കഴിക്കണേ? നൂഡിൽസ്. എന്തായാലും അവിടെ നിന്നുള്ളത് എന്തായിരിക്കണോ? കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കണം. പിന്നെ അങ്ങനെ കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വരാം. എന്നിട്ട് പറയാം. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ. പിന്നെ സമയം ഒത്തിരി ആയായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഫ്രൈഡ് റൈസും നൂഡിൽസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ